മലയിടംതുരുത്തിലെ പരിയത്തുകാവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് 2 ആഴ്ചക്കാലം അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ ഹാജരായതിൻ്റെ അടിസ്ഥാനത്തിൽ സമയം ലഭിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് സമയം അനുവദിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇതിൻ്റെ ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ്. കലക്ട്രേറ്റിൽ റോജി എം ജോണും ഞാനും കലക്ടറുടെയും റൂറൽ എസ് പിയുടെയും സാന്നിധ്യത്തിൽ സ്ഥല ഉടമകളുമായി ചർച്ച നടത്തി അവരുടെ പരാതികളൊക്കെ കേൾക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ സ്ഥല ഉടമകൾ സുപ്രീം കോടതിയുടെ വിധിയിലൂടെ സ്ഥലം അവകാശികളാണെന്ന് പറയുന്ന സ്ഥല ഉടമകളുമായി സംസാരിച്ച് രമ്യമായ ഒരു തീരുമാനമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയും കൂടി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട് പ്രശ്നം രമ്യമായി പരിഹരിക്കാമെന്നുള്ളത്. കാരണം ചർച്ചകൾ വളരെ നല്ല രീതിയിൽ പോകുന്നത് കൊണ്ടാണ് എനിക്കിത് പറയാൻ സാധിക്കുന്നത്. എന്നാൽ CPMൻ്റെ ഭാഗത്തുനിന്ന് ഈ വിഷയം തീരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി തുളസി ടീച്ചർ ഈ ഉന്നതി സന്ദർശിക്കുകയും അവരുടെ ആവലാതികൾ കേൾക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ എല്ലാ രീതിയിലും ഈ ഗവൺമെൻറ് ഈ കോടതി തന്നിരിക്കുന്ന ഈ പരിധിക്കുള്ളിൽ വിഷയം എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ CPM അവിടെ പ്രശ്നം തീരാതിരിക്കാനുള്ള ശ്രമങ്ങൾ പിന്നിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മുൻ MLA PV ശ്രീനിജൻ കുമ്പിടിയുടെ റോളിലാണ് ഇപ്പോൾ അവിടെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ഥല ഉടമകളോട് ഒരു കാരണവശാലും സുപ്രീം കോടതിയുടെ വിധിയുള്ളതുകൊണ്ട് അത് വിട്ടുകൊടുക്കരുതെന്ന് ആളുകളെ വിട്ട് പറയിപ്പിക്കുകയും ഇപ്പറേ അവിടെ താമസിക്കുന്നവരോട് ഒരു കാരണവശാലും വിഷയം തീർക്കരുതെന്ന് പറയുകയും ചെയ്യുന്ന നടപടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 15ാമത് തവണ പോലീസ് അവിടെ കുടിയൊഴിപ്പിക്കലുമായി അഭിഭാഷക കമ്മീഷനും ആമീനുമായി എത്തിയപ്പോൾ അവിടെയുണ്ടായ അനിഷ്ട സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അതേ വിഷയത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം അവിടെ കലക്ടറോ റൂറൽ SP-യോ ആക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കേണ്ട തഹസീൽദാരോ അറിയാതെ അവിടെ ഒരു ആക്ഷൻ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് സംശയമുണ്ട്. ഈ ആക്ഷൻ ഉണ്ടാകുന്നതിന് 2 മിനിറ്റ് മുമ്പാണ് മുൻ MLA അവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിൻ്റെ ടവർ ലൊക്കേഷൻ അന്വേഷിച്ചാൽ രാവിലെ മുതൽ ആ പ്രദേശത്തിനടുത്തുള്ള ഒരു വീട്ടിൽ വന്ന് ക്യാമ്പ് പിടിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനൊരു ഫോൺ വന്നപ്പോഴാണ് അദ്ദേഹം ഈ സ്പോട്ടിലേക്ക് പോയത്. അപ്പോൾ ഈ ഫോൺ ചെയ്തത് ആരാണ് ഈ സംഭവത്തിന് 5 മിനിറ്റ് മുമ്പ് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ ആരൊക്കെ തമ്മിലാണ് ഈ സംഭവത്തിൽ ഗൂഢാലോചന നടത്തിയത് എന്ന് പുറത്തു വരും. അപ്പോൾ അവിടെ UDF സർക്കാർ വന്നതിന് ശേഷം അവിടെ അനിഷ്ട സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ ഈ പാവങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് കുടിയിറക്കാൻ സർക്കാർ നോക്കുന്നു എന്നുള്ളത് വരുത്തി തീർക്കാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സംഭവമായിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളൂ. ഇതിനു മുമ്പ് 14 പ്രാവശ്യം വന്നപ്പോഴും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഇടതുപക്ഷക്കാർ CPMമാർ അത് മറച്ചു വെക്കുകയാണ്. 10ാമത് തവണ വന്നപ്പോൾ സമരക്കാരിൽ ഒരാളെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലടക്കുകയും മാസങ്ങളോളം ജയിലിൽ കിടക്കുകയും ചെയ്തിട്ടുണ്ട്. അതല്ല ഇവർ മനഃപൂർവ്വം മറച്ചു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ അത് നടത്താതിരിക്കുവാനുള്ള ശ്രമം ഇപ്പോൾ CPMൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് വളരെ സങ്കടകരമായ കാര്യമാണ്. ആ സമരഭൂമിയിലേക്ക് നിരവധി പട്ടികജാതി സംഘടനകൾ ഇവർക്ക് പിന്തുണയർപ്പിക്കാൻ, ഈ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് പിന്തുണ അർപ്പിക്കാൻ വരുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി ഓടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അംബുജാക്ഷൻ എന്ന് പറയുന്ന ദളിത് ആക്ടിവിസ്റ്റ് ഈ കുടുംബങ്ങളെ കാണാൻ വേണ്ടി വന്നപ്പോൾ
CPMകാരുടെ അനുമതിയില്ലാതെ അവിടെ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും അവരെ എല്ലാവരെയും ഞങ്ങളുടെ അനുമതിയില്ലാതെ ഇവിടെ വന്നു പോകരുത് എന്ന് ആക്രോശിക്കുകയും ചെയ്തു. അവരെ ആക്രമിക്കാൻ പോലും തുനിഞ്ഞു എന്നാണ് അംബുജാക്ഷൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങൾ വഷളാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നും CPMൻ്റെ ആളുകൾ പിന്തിരിയണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരാവശ്യം, ഗവൺമെൻറ്റിൻ്റെ ആവശ്യം. ഇത് ആളിക്കത്തിക്കാതെ സമാധാനപരമായി തീർക്കുവാനുള്ള ശ്രമമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഇവിടേക്ക് ആരൊക്കെയാണ് വന്നതെന്ന് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾക്കറിയാം. പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് വന്നു. ഈ ജില്ലയിലെ മന്ത്രിയായിരുന്ന P. രാജീവ് വന്നു. അതുകൂടാതെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ബിന്ദു ഇവിടേക്ക് വന്നു. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വന്നു. ഇവരോടെല്ലാം എനിക്ക് ഒരു കാര്യം അഭ്യർത്ഥിക്കുവാനുള്ളത്, ഈ മലയിടംതുരുത്തിലെ പരിയാത്ത് ഉന്നതിയുടെ ആ സ്ഥലത്തു നിന്നും വെറും 1.5 കിലോമീറ്റർ ദൂരം മാത്രമുള്ള മറ്റൊരു ഉന്നതി അവിടെയുണ്ട്. ആ ഉന്നതിയിൽ CPMൻ്റെ ഉന്നതരായ നേതാക്കൾ ഇടപെട്ട് നടത്തിയ അഴിമതി നടത്തിയ ആ സ്ഥലം കൂടി സന്ദർശിക്കണം. CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അതേപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന പുഷ്പദാസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്ത് 2009 പട്ടികജാതിക്കാർക്ക് വേണ്ടി ഭൂരഹിത ഭവനരഹിത ഗുണഭോക്താക്കൾക്ക് വേണ്ടി പുനരധിവാസ പദ്ധതി പ്രകാരമുള്ള ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഉത്തരവ് നമ്പർ 97/97 ഡേറ്റഡ് 28/7/1997 പ്രകാരം 5 കുടുംബങ്ങൾക്കാണ് അവിടെ ചെമ്പർക്കിക്കടുത്ത് ഇതേ വില്ലേജിൽ, വാഴക്കുളം വില്ലേജിൽ 2019 സ്ഥലം വാങ്ങിയത്. സ്ഥലം വാങ്ങുകയും പട്ടികജാതിക്കാർക്കായി വീട് നിർമ്മിച്ച് 90% പൂർത്തീകരിച്ച് കിടക്കുന്നത് നിങ്ങൾക്കിപ്പോഴും ചെന്നാൽ കാണാൻ കഴിയും. പത്രങ്ങളിലും അതേപോലെ തന്നെ ചാനലുകളിലുമൊക്കെ ഇതേ സംബന്ധിച്ച് വാർത്തകൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആധാരം പരിശോധിക്കുമ്പോൾ, ആധാരത്തിൻ്റെ കോപ്പി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ആവശ്യക്കാർക്ക് തരാം. ഇതിൻ്റെ ആധാരം പരിശോധിക്കുമ്പോൾ ഈ ഭൂമി വിറ്റ ആളുകൾ എന്ന് പറയുന്നത് മേക്കടമ്പ് സ്വദേശിയായ രാധാമണി അമ്മയും അതേപോലെ വെങ്ങോല സ്വദേശിയായ ഷെറീനയുമാണ്. രണ്ടുപേരും 2 മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാകും ഇത് റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് നടന്നിരിക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ആധാരത്തിൻ്റെ കോപ്പി തേവൻ മകൾ ഷൈലയുടെ ആധാരമാണ്. ഡോക്യുമെൻ്റ് നമ്പർ 718/2010. ഈ വസ്തു ഷൈലയ്ക്ക് എഴുതിയ അതേ ദിവസം തന്നെ രജനി, വിമല എന്നിവർക്ക് തീർ കൊടുത്തതായി കാണാൻ പറ്റുന്നുണ്ട്, ആധാരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ആധാരങ്ങളിലെല്ലാം 1.20 മീറ്റർ റോഡ് ഈ വീട് പണിത ഈ സ്ഥലത്തേക്ക് ആധാരത്തിൽ കാണിച്ചിട്ടുണ്ട്. ആധാരത്തിൻ്റെ കോപ്പി നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ വീട് പണിയുടെ 90% പൂർത്തീകരിച്ചപ്പോൾ യഥാർത്ഥ റോഡിൻ്റെ അവകാശികൾ കോമ്പൗണ്ട് കാള് കെട്ടി ഇതടച്ചതോടുകൂടി ഈ പ്രോപ്പർട്ടിയിൽ കയറാൻ ഈ പട്ടികജാതിക്കാരായ 5 കുടുംബങ്ങൾക്ക് ഒരു രീതിയിലും സാധ്യമല്ലാതെ വന്നിരിക്കുകയാണ്.